ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ വയനാടിൻ്റെ കാണാക്കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഷൈജിൻ ബ്രോയോടൊപ്പം പുൽപ്പള്ളി ഭാഗത്തെ കാഴ്ചകൾ കാണാൻ ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിലൂടെ നമുക്കും പോകാം. ഫ്രണ്ട്സ്, വ്യത്യസ്തമായ കാഴ്ചകളും കഥകളും തേടിയുള്ള ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ ഷൈജിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇരളത്ത് നിർത്തിയിരുന്നു. പുള്ളിയിലെ പുതിയ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമുക്കിങ്ങ് അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിശയകരമായ ഒരു കാഴ്ചയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ അതിശയ കാഴ്ച ഇതാണ്. ഇതെന്താ, ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നു? ഇതാണ് ഇത്ര വലിയ അതിശയ കാഴ്ച എന്ന് പറയുന്നത്? അല്ല, ഒന്നുകൂടെ ഇങ്ങോട്ട് വാ. ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഓണർ ഒരു കുഴൽ കിണർ കുഴിച്ചു. ആ കുഴൽ കിണറിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് നിലയ്ക്കാതെ പ്രവാഹമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ നിന്നിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നു. 25 വർഷമായിട്ട് ഈ കുഴൽ കിണറിലൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളം ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് താഴേക്കുള്ള ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. നിങ്ങളാരെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നു. താഴെ ഒരു ചെറിയ വയൽ പ്രദേശമുണ്ട്. ആ വയൽ പ്രദേശത്ത് വാഴയ്ക്കൊക്കെ ഈ വെള്ളമാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ പുൽപ്പള്ളിയിലേക്കുള്ള യാത്ര തുടരാം.
നമ്മൾ പുൽപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. യാത്രാമധ്യയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചീയമ്പത്താണ്. ചീയമ്പം പള്ളിയുടെ മുമ്പിലാണ്. ചീയമ്പം പള്ളി എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. മാർ ബസേലിയസ് യാക്കോബായ സൂര്യാനി പള്ളിയാണിത്. ഇതൊരു സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ്. അറിയപ്പെടുന്നത് മലബാറിന്റെ കോതമംഗലം എന്നാണ് ഈ ചീയമ്പം പള്ളിനെ അറിയപ്പെടുന്നത് തന്നെ. പരിശുദ്ധ എൽദോമാർ ബസേലിയസ് ബാവായുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഇത് 1962 പള്ളി സ്ഥാപിതമായത്. ഈ ദേവാലയം എൽദോമാർ ബസേലിയസ് ബാവായുടെ നാമധേയത്തിൽ സ്ഥാപിതമാവുകയും 1969 ഒക്ടോബർ മാസം 3-ാം തീയതി കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോ ബാവായുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചു. അതോടുകൂടി ഈ പ്രദേശത്തും ഈ ദേശത്ത് മുഴുവനായും നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ദേവാലയത്തിലേക്ക് വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയ്ക്ക് പുറമേ നിന്നും തമിഴ്നാടിൻ്റെ ഗൂഡല്ലൂർ, നീലഗിരി താലൂക്ക് എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ധാരാളമായി ഇവിടെ വരികയും സെപ്റ്റംബർ മാസം 24 മുതൽ ഒക്ടോബർ മാസം 3-ാം തീയതി വരെ പരിശുദ്ധൻ്റെ പെരുന്നാൾ 10 ദിവസം ഈ നാനാജാതി മതസ്ഥരായ ആളുകൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം 5000-ഓളം ആളുകളാണ് ഈ പെരുന്നാൾ ഏറ്റു നടത്തുന്നത്. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ വാൽമീകി ആശ്രമം, രാമായണം രചിച്ച വാൽമീകിയുടെ പർണശാല, അത് കുടികൊള്ളുന്നത് പുൽപ്പള്ളിയുടെ പുണ്യഭൂമിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാൽമീകി ആശ്രമം കാണുവാനാണ് നമ്മളുടെ ഈ യാത്ര. സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി യാത്രയിൽ പുൽപ്പള്ളി എത്തുന്നതിന് 4 കിലോമീറ്റർ മുൻപ് ഷെഡ് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററോളം വലത്തേക്ക് യാത്ര ചെയ്താൽ നമുക്ക് വാൽമീകിയുടെ പർണശാലയിലെത്താൻ സാധിക്കും. നമ്മളിപ്പോൾ ആശ്രമക്കൊല്ലിയിലാണുള്ളത്. ആശ്രമത്തിന്റെ മുമ്പിലുണ്ട്. ഈ ആശ്രമം നോക്കി നടത്തുന്നതും അതിലെ എല്ലാ ദിവസവും വിളക്ക് വെക്കാനും ഒക്കെ സഹായിക്കുന്നത് ആശ്രമത്തിനോട് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചെല്ലമ്മ എന്ന് പറയുന്ന അമ്മയാണ്. നമ്മുടെ കൂടെ അമ്മയുണ്ട്. നമുക്ക് അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അമ്മ, ഈ ആശ്രമത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം അമ്മ. ആശ്രമത്തിൽ ഇത് ചെറുപ്പയാണ് മേഞ്ഞേറ്റുന്നത്. ഇവിടെ സിമെന്റ് പാടില്ല, ഓട് പാടില്ല, പിന്നെ ആണി പാടില്ല, ആണി അടിക്കാൻ പാടില്ല, പിന്നെ ഇതിനകത്ത് വലിയ ഒച്ചപ്പാടൊക്കില്ല ഇതിനകത്ത്. അതായത് ഈ ആശ്രമത്തിനുള്ളിൽ വെച്ചാണ് നമ്മുടെ സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത്. ഇതിനകത്താണ് പ്രസവിച്ചത്. ഇത് വർഷാവർഷം പുതുക്കി പണിയുന്നുണ്ടോ? ഓരോ വർഷം വിഷുവിന്, മേട 7-ന് ഇത് മേട 1-ാം തീയതി ഗർഭപ്പുല്ല് കൊണ്ടുവന്നിട്ട് എല്ലാം പുതുക്കും. പ്രത്യേകതയുള്ള ദിവസമാണോ? മേട 7-ന് അമ്മ പ്രസവിച്ച ദിവസം, ഭൂഷന്മാരുടെ ജന്മദിവസം മേട 7-നാണ്. അന്ന് ഒരുപാട് ജനങ്ങൾ വരും. അന്ന് തേങ്ങ അടിക്കും. ഇതേ ആളുകൾ ഈ നായ്ക്കന്മാര്
അവരാണ് ഇത് ചെയ്യുന്നത്. ആ ആ ആ ഇപ്പോഴും അതെ. ആ ആ വാൽമീകി ആശ്രമത്തിന് മുൻപിൽ നിൽക്കുന്ന മന്ദാരത്തിനുമുണ്ടൊരു പ്രത്യേകത, ദേവമന്ദാരം. ദേവമന്ദാരം എന്ന് പറഞ്ഞത് ലഘുപുരുഷന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി 2 പൂ, ഒരു നെടുപ്പ് 2 പൂ ഉണ്ടാകും. അതിപ്പോഴും ഉണ്ട്, അന്നുമുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവുന്നു, 8 ദിവസം ഒഴിവില്ല. അതായത് ആ 2 പൂവേ പൂക്കുന്നുള്ള അത് അതിൽ അല്ല, നിറച്ചു പൂക്കും. ഇപ്പൊ നിറച്ചു പൂക്കും. അത് 2-ൽ കുറഞ്ഞ് ഒരു ദിവസവും പൂത്തിട്ടില്ല എന്നല്ലേ? ഒരു നെടുപ്പിൽ 2 പൂ ഉണ്ടായിരിക്കും എല്ലാ വർഷവും അല്ലെ? എല്ലാ ദിവസവും ഉണ്ടാവും. വിശ്വാസികൾ പല കാര്യസാധ്യങ്ങൾക്കായി നേർച്ചകൾ നേരാൻ ഇവിടെ എത്താറുണ്ട്. പലപ്പോഴും നിലവിളക്കുകളാണ് നേർച്ചകളായിട്ട് ലഭിക്കുന്നത്. ഇടസമയങ്ങളിലും ഒക്കെ വിശ്വാസികൾ വന്ന് ഇവിടെ വെച്ചിരിക്കുന്ന നിലവിളക്കുകളിൽ എണ്ണയും തിരിയുമിട്ട് കത്തിച്ചു വയ്ക്കുന്നതും പതിവാണ്. നമ്മുടെ വാൽമീകി മഹർഷി തപസ്സനുഷ്ഠിച്ചു എന്ന് പറയുന്ന മുനി ഇത് നേരെ താഴെയുണ്ട്. അവിടെ നിങ്ങൾ പോയില്ല? ഇല്ല, അങ്ങോട്ട് പോയിട്ടില്ല. ഇതിന്റെ നേരെ താഴെ. ഫ്രണ്ട്സ്, ഇതാണ് മുനിപ്പാറ. നമ്മുടെ വാൽമീകി ആശ്രമത്തിന്റെ മുൻവശത്ത് ഓപ്പോസിറ്റ്, റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുനിപ്പാറയുള്ളത്. ഇതാണ് ആ പാറ. ഇതിന്റെ ചോട്ടിലിരുന്നാണ് വാൽമീകി മഹർഷി ധ്യാനം ചെയ്തത്. ധ്യാനിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന മുനിപ്പാറ എന്ന് വിളിക്കുന്ന ഭാഗം. ഫ്രണ്ട്സ്, നമ്മൾക്ക് ആ ആശ്രമത്തിനെ കുറിച്ച് പറഞ്ഞു തന്ന ആ ചെല്ലമ്മ അമ്മ പറഞ്ഞൊരു ഐതിഹ്യം, ഈ പാറയെ പറ്റി ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. നമ്മുടെ വാൽമീകി ഇവിടെ ധ്യാനിക്കുകയും അവിടെ ഒരു അമ്പലത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇവിടെ ഒരു വലിയ ഗുഹ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഗുഹയ്ക്കുള്ളിലിരുന്നാണ് നമ്മുടെ വാൽമീകി ധ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇതിനുള്ളിലൊരു പന്നി കയറി വരികയും അത് അവിടെ കിടന്ന് പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ അശുദ്ധമായ സമയത്ത് ഒരു പാറ വന്ന് മൂടിപ്പോയി എന്നുമാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത്. മാത്രമല്ല, ഇവിടെ വിഷുവിന്റെ 7-ാം നാൾ, വിഷു കഴിഞ്ഞ 7-ാം നാള്, മേടത്തിലെ 7-ാം നാള് 7 ദിവസം ശുദ്ധിയോടുകൂടി വന്ന് ഇവിടെ വന്ന് ഈ പാറയിൽ കൈവിരലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ചന്ദനം ഉണ്ടാവുകയെന്നും ആ ചന്ദനം നമ്മൾ നെറ്റിയിൽ തേച്ച് കുറച്ച് മാറുമ്പോൾ തന്നെ അത് നെറ്റിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നൊക്കെയാണ് ചെല്ലം വെച്ച് നമ്മളോട് പറഞ്ഞു തന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. വാൽമീകി ഇവിടെ തപസ്സിരിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ നിന്ന് സീതാദേവി തൻ്റെ മകനായ ലവനെയും കൊണ്ട് ഇവിടെ വരികയും മഹർഷിയോട് ഈ കുഞ്ഞിനെ കുറച്ചു നേരം നോക്കാൻ മഹർഷിയോട് ഏൽപ്പിക്കുകയും ചെയ്തു. മഹർഷി ധ്യാനനിമഗ്നനായിരുന്ന സമയത്തായതുകൊണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചെങ്കിലും ആ കുഞ്ഞ് അമ്മയുടെ പുറകെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ മഹർഷി ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാണ്ടായി. അപ്പോൾ സീതാദേവി തിരിച്ചു വരുമ്പോൾ ചോദിക്കുമല്ലോ, കുഞ്ഞിനെ എന്ന പരിഭ്രാന്തി മൂലം തൊട്ടടുത്ത് നിന്ന് കുശപ്പുല്ല് അല്ലെങ്കിൽ ദർഭപ്പുല്ല് എന്ന് വിളിക്കുന്ന ആ പുല്ല് വെച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി. പൂ പറിച്ച് തിരിച്ചു വന്ന സീതാദേവി മഹർഷിയുടെ അടുത്ത് മറ്റൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടുകൂടി മഹർഷിയോട് ചോദിച്ചു. അപ്പം മഹർഷി പറഞ്ഞു, ഇതും നിന്റെ കുഞ്ഞ് തന്നെയാണ്, നീ സംരക്ഷിക്കണമെന്ന്. അങ്ങനെയാണ് സീതാദേവിക്ക് 2 കുട്ടികൾ ഉണ്ടാകുന്നത്, ലവനും കുശനും. കുശപ്പുല്ല് കൊണ്ട് അല്ലെങ്കിൽ ദർഭപ്പുല്ല് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് കുശൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയതെന്നാണ് ഒരു ഐതിഹ്യം. ഹായ് ഫ്രണ്ട്സ്, ഇറങ്ങാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഞാനിപ്പോ മരത്തിന്റെ പൊത്തിൽ കയറിയപ്പോ കിട്ടിയ ഒരു പഴമാണ്, ഒരു ഫ്രൂട്ടാണ്, ഒരു പഴമാണിത്. എനിക്കറിയില്ല ഇതെന്താ സാധനം. നിങ്ങൾക്ക് അറിയാമോ ഇതെന്താണെന്ന്? അറിയാമെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്നിട്ട് തന്നെ. അവിടെ ആശ്രമക്കൊല്ലി കണ്ടു, ഇവിടെ മുനിപ്പാറ കണ്ടു. ഇനി അങ്ങോട്ട് കാണാനുള്ള പുൽപ്പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയാലും ഇതുപോലുള്ള കഥകൾ നമുക്ക് കേൾക്കാവുന്നതാണ്, കാണാവുന്നതാണ്. പുതിയ കാഴ്ചകളും പുതിയ കഥകളും ഒക്കെ ആയിട്ട് നമുക്കിനി പുൽപ്പള്ളിയിലേക്ക് പോകാം. നമ്മൾ മുനിപ്പാറയിലേക്ക് പോയ വഴിക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റിയൊരു
ഒരു ഹോം സ്റ്റേ കാണാൻ സാധിച്ചു. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഏകദേശം 40 വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു വീട് നമുക്ക് കാണാം. ആ വീടാണ് ഇപ്പോൾ ഹോം സ്റ്റേ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ഇവർ നടത്തുന്ന ആൾക്കാർ നല്ല പല വെറൈറ്റിയുള്ള മുളയും പല പഴവർഗ്ഗങ്ങളും ഒക്കെ നട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.